തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കൗൺസിലർ ഗായത്രി ബാബു നടത്തിയ പ്രതികരണം ഏകപക്ഷീയമായ മനസ്സിന്റെ വികാരം മാത്രമാണെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയ്. ഗായത്രിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ പറയണം. ഫേസ്ബുക്കിൽ വിമർശനമിട്ടത് ശരിയായില്ല എന്നും വി ജോയ്. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. കോർപ്പറേഷനടക്കം ഒരു വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് CPM മുന്നോട്ട് പോകുന്നത്? കേവല ഭൂരിപക്ഷത്തിൻ്റെ അടുത്തേക്ക് മാത്രമാണ് BJP എത്തിയിരിക്കുന്നത്. സ്വതന്ത്രരെ കാണുന്നുണ്ടോ? എന്താണ് ഇനി തുടർന്നുള്ള നീക്കം? ഇല്ല, അത് അവർക്ക് ഭൂരിപക്ഷം 50 സീറ്റ് അവർക്കുണ്ടല്ലോ. അവർ ഭരിച്ച് ജനങ്ങളെ കാണിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. മുട്ടടയിലടക്കം UDF സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു നിലയുണ്ടായി. അതൊക്കെ നിങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സീറ്റാണ്. താമസമില്ലാത്തവരുടെ വോട്ട് ഒഴിവാക്കുക എന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെയും നമ്മൾ അതേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഭ്യമാകേണ്ടുന്ന ഏതാണ്ട് ഒരു 14-15ഓളം സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ UDF-ഉം BJP-യും പൊതുശത്രുവായി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നില്ല. ജനവിധി മാനിക്കുക എന്ന ഒരു നിലപാട് തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു മത്സരത്തിന് ഉണ്ടോ CPM? അല്ല, അതിപ്പോൾ ഞങ്ങൾക്ക് ആകെ 29 സീറ്റല്ലേ ഉള്ളൂ. നമുക്ക് വേറൊന്നും അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. ശരി, ഈ കഴിഞ്ഞ ദിവസം ഒരു വിമർശനം വന്നത് മുൻ മേയർക്കെതിരെ ഗായത്രി ബാബുവിൻ്റെ ഒരു വിമർശനം വന്നൊരു കൗൺസിലർ കൂടിയാണ്. അത് അംഗീകരിക്കുന്നുണ്ടോ? അത് ഒരു പാർട്ടി അത്തരത്തിൽ പരിശോധന വല്ലതും നടത്തിയിട്ടുണ്ടോ? ഇല്ല, അത് തികച്ചും ഒരു ഏകപക്ഷീയമായിട്ടുള്ള അവരുടെ ഒരു മനസ്സിൻ്റെ വികാരത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടിട്ടുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പാർട്ടിക്കകത്ത് പറയണം. ഇല്ലാതെ അത് ഫേസ്ബുക്കിൽ ഇട്ടത് ശരിയല്ല എന്ന് കണ്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകൾ അവരോട് സൂചിപ്പിച്ചു. അവരത് വിഡ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടൂർ ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടായി. അവിടെ 3 സീറ്റിൽ കോൺഗ്രസും BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു. കോൺഗ്രസിൻ്റെ വോട്ട് 100 സീറ്റിൽ കുറവാണ്. 100 വോട്ടിൽ കുറവാണ് 3 സീറ്റുകളിൽ. ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് അവിടെ ഒരു പരാജയത്തിന് കാരണമായത്. രാകേഷിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.